അങ്ങനെതാ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നേരെ തോർത്തെടുക്കുക. ഇവിടെ തന്നെ കുളിക്കട്ടെ, അല്ലെങ്കിൽ പേടി എത്തുമ്പോഴത്തിന് സമയം ഒരുപാട് കുളിയാണ്ട് കഴിച്ചാൽ പരിപാടി സെറ്റായി. ഈ വെള്ളം നോക്കാണ്ടി അടുത്തല വെള്ളതാട്ടാ. ആകെ 2 മക്കളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഊട്ടി വർക്കിട്ട് ഒരു ചായ. മക്കളെ റാത്തല്ല ഇന്നത്തെ പരിപാടി എന്താ പറയുക, ഫുള്ള് കമ്പിപ്പണി ആട്ടാ. ചെയ്ത് പോയി നന്നാക്കണ ഭാഗത്താ കംപ്ലീറ്റ് വൃത്തിയാക്കി തട്ടൊക്കെ അടിച്ച് കൂട്ട്, അതായത് ചിമ്മിനി. ഇത് കംപ്ലീറ്റ് ചിമ്മിനാട്ടോ. ഇത് കംപ്ലീറ്റ് ചിമ്മിനി എന്താ കാരണം എന്ന് പറയാം, ഇവിടെ ഗ്യാസിൻ്റെ സൗകര്യം, പിന്നെ അപ്പുറത്ത് മറ്റേ സാധാ അടുപ്പിൻ്റെ സൗകര്യം, അങ്ങനെയൊക്കെ കൂടി ആയിട്ട് ഉള്ള പരിപാടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഫുള്ള് കമ്പി നിരത്തണം വെച്ചാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വൃത്തിയാക്കുക, ഫുള്ള് അടിച്ചടിച്ച് വൃത്തിയാക്കി കച്ചറകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം, സെറ്റാക്കാൻ കേട്ടോ. ഓക്കെ, അതിൻ്റെ ഇടയിൽ സൈഫാവിടെ കോണിൻ്റെ പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ക്രോസും ഒരു ബീം ഇടാണ്ട് കേട്ടോ. ഇതൊരു സപ്പോർട്ട് ബീമാണ് ജസ്റ്റ്. പക്ഷേ ഈ ബീം ഇതാ മജബൂത്താക്കണം. അതിനെന്താ പറയുക, 6-16 കമ്പിട്ട് ഉണ്ട്. അളവാകെ എത്ര 3 മീറ്ററുള്ളൂ കേട്ടോ. പക്ഷെ എന്താണ് ഇതിൻ്റെ മേലത്തെ കപ്പാസിറ്റിയും കൂടി ഇവിടെ താങ്ങാൻ വേണ്ടിയിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്തിരിക്കണ തരാം, ഇതിൻ്റെ ഇവിടെ കെട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലത്തെ ലോഡും കൂടി താങ്ങാനുള്ളതുകൊണ്ട് തന്നെ 6-16 കമ്പി സെറ്റപ്പ് ആക്കിയാണ്. അപ്പോൾ ചിലവർ ചോദിക്കും 3 മീറ്ററിലുള്ള 5 കമ്പി പോരെയെന്ന്. പിന്നെ എന്താ പറയുക, ഇത് ലോഡ് ഈ ഡൈനിങ് ഹാളിൻ്റെ ഈ സപ്പോർട്ടും കൂടി താങ്ങാനുള്ളതുകൊണ്ടാണ് ഇത് 6-16 കമ്പി ആക്കിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യാന്നറിയാം, എപ്പോഴും നമ്മളൊരു കമ്പി ഏറിട്ട് കൊടുത്താലും എന്ത് ചെയ്യുക, സ്ട്രോങ് ആക്കാൻ പരമാവധി ശ്രമിക്കുക. അതേപോലെ തന്നെ 13 ഇഞ്ച് ഹൈറ്റുള്ള റിങ്ങാണ്. ആ ഭാഗം കൊള്ള നമ്മളൊന്നും പരമാവധി ചിന്തിക്കേണ്ടി വരില്ല. ഈ ഭാഗം കൊള്ള ബാക്കത്തെ പെരിയിലാണെങ്കിലോ വാർപ്പേരുണ്ട്, അവിടെ വാർപ്പേരുണ്ട്. പിന്നെ അവിടെ ആണെങ്കിലോ പടവേരുണ്ട് കേട്ടോ. മാഷാഅല്ലാഹ് അവിടെ പടക്കുന്നുണ്ട്, ഇവിടെ വാർപ്പേരുണ്ട്. ഫുള്ള് സെറ്റാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ മറ്റേ ഇവിടെ ചിമ്മിൻ്റെ അവിടെ നല്ല സെറ്റപ്പായിട്ടൊരു ബീം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ബീം കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ ചിമ്മിനെ താങ്ങാനും അതേപോലെ തന്നെ ഈ കിച്ചൻ്റെ താക്കത്തിനും വേണ്ടിയിട്ടാണ്. ചിമ്മിനിക്ക് വേണ്ടി മാത്രം 8-6 റിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് ഒരു പലം കൂടി അടിക്കാണ്ട് കേട്ടോ. അതാണ് കേട്ടോ, ഒരു പലം കൂടി വരാണ്ട്. അപ്പോൾ 8-6 റിങ് കൊടുക്കേണ്ട, പക്ഷേ 6 മതിയായിരുന്നു. പക്ഷേ ഈ സ്ലാബ് ഈ കിച്ചൻ്റെ സ്ലാബിൻ്റെ താങ്ങാനുള്ള താക്കത്തും കൂടി അതിന് വരുന്നതുകൊണ്ട് അടിയിൽ 3 കമ്പി കൊടുത്തിക്കണ്, മേലെ 2 കമ്പീൻ്റെ അളവും കൊടുത്തിക്കണ്. പിന്നെ കണ്ടില്ലങ്ങൾ അതവിടെ കൊടുത്ത് നല്ല മജബൂത്താക്കി കേട്ടോ. ചിമ്മിനി ബോർഡിൻ്റെ കമ്പി അതിൻ്റെ അരുവ് കൂടി വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് ഫുള്ളായിട്ട് ചിമ്മിനിയായിട്ട് നല്ല സെറ്റപ്പായിട്ട് പോകും. ഓക്കെ, കാക്കതാ വള്ളറ്റോണി മക്കളാ. അങ്ങനെ അടുത്ത സെറ്റപ്പ് എന്താ പറയുക, വിരിക്കലാട്ടാ. അത്യാവശ്യം ഏകദേശം ഭാഗങ്ങളൊക്കെ വിരിച്ച് കഴിഞ്ഞ് പക്ക പെർഫെക്റ്റാണ്. കമ്പി നല്ല കമ്പിയാട്ടാ, മജബൂത്താണ്. പിന്നെ ഭാരതി എന്നാണ് കേട്ടോ, ഭാരതി കമ്പി എന്നാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബീമിൽ ഇവിടെ 5 കമ്പി ഇട്ട് അതിന് 6 കൊടുത്ത്. പിന്നെ ചെയ്ത് പണ്ടില്ല ഇവിടെ ഡൈനിങ് ഹാളിൽ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് 2-16 കമ്പി വിരിച്ചു കൊടുത്തിങ്ങനെ കണ്ടാ. അതൊക്കെ നല്ല സെറ്റപ്പ്, നല്ല ബലമാണ് കേട്ടോ. ഇതെന്തിനാ അറിയാം, ഏതെങ്കിലും കാലത്ത് ഇതിൽ കൂടി ഒരു കെട്ട് പോവേണ്ടി വന്നാൽ എന്ന് കരുതിയിട്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഏതെങ്കിലും കാലത്തായി കൂടി കെട്ട് പോകേണ്ടി വന്നാൽ നമ്മൾ മുൻകൂട്ടി കാണിച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ബോത്തുമായി വരാണ്ട് കൊല്ലാതെ വേറെ സൈഡ് വെച്ചിട്ടുണ്ട്. 2 കമ്പി. ഇത് ഫുള്ള് 10ൻ്റെ കമ്പി ആട്ടാ. കിച്ചണ് കംപ്ലീറ്റ് 10ആണ്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ടായതുകൊണ്ട് തന്നെ കിച്ചൺ കംപ്ലീറ്റ് 10ൻ്റെ കമ്പി കൊടുത്ത് കിട്ടാം. കാരണം വലിയ സൈസുള്ള കിച്ചണാണ്. ഓക്കെ, പിന്നെ ഈ ഭാഗം കണ്ടില്ല ഞങ്ങൾ, സ്റ്റെപ്പ് കയറി വരുന്നോട്ട് എപ്പോഴും ഒരു ആയാസത്തിനാണ്. ശരിക്കും പ്ലാനിൽ എങ്ങനെ അറിയാം, ശരിക്കും ഇങ്ങനെ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ ഒരു ആയാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഏകദേശം പരിപാടികളൊക്കെ ഇങ്ങനെ വിരിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കമ്പി കെട്ടിയിട്ട് ഫുള്ള് സെറ്റപ്പ് ആക്കാൻ കേട്ടോ. ഓക്കെ, നല്ല മാഷാഅല്ലാഹ് നല്ല മഴ, ചീര മഴ വരുന്നു കേട്ടോ. കാക്ക കമ്പി കെട്ടാൻ പറ്റിയ സാഹചര്യമായി, മഴയായി. പക്ഷെ അവിടെ തേപ്പേരുണ്ടല്ലോ, കാളാട് മഴ ഉണ്ടാകുന്നാവല്ല, തേപ്പേരുണ്ട് അവിടെ. ഞങ്ങളിതാ ഇറങ്ങിയിട്ടാ എല്ലാ ഭാഗങ്ങളും നല്ല സെറ്റാക്കിയിട്ട് മജബൂത്താക്കിയിട്ട് കെട്ടിയിട്ടാ. അപ്പം ഇനി ചില ഭാഗങ്ങളിങ്ങനെ തീർക്കാണ്ട് ഈ കിച്ചണും ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടാണ്. ഓക്കെ, ബോത്ത് വാൻ്റെ കമ്പിയും കൂടി വളക്കാണ്ട് എക്സ്ട്രാ ബാർ ഇതിൽ കെട്ടാണ്ട്. പിന്നെ കണ്ടില്ലെങ്കിൽ നല്ല മജബൂത്താക്കി വെക്കാം. ചിലർ പറയും 16 കാലിൽ കമ്പി ഇടുന്നു, പക്ഷെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ കമ്പി ഇട്ട് കൊടുക്കണം എപ്പോഴും. ആ 1 ഇഞ്ച് കവറിങ് കറക്റ്റ് 1 ഇഞ്ച് 1/4 ഇഞ്ചൊക്കെ കവറിങ്ങാണ്ട് വെച്ച് കൊടുത്താൽ ഒരു പ്രശ്നവും കേട്ടോ. നല്ല സെറ്റായിട്ട് എന്ത് ചെയ്യും അവിടെ കിടന്നോളൂ. ഓക്കെ, 16 കമ്പി ഇട്ട് കൊടുത്തതിന് ഒന്നും വരില്ല. അതാണ്ട് കൊണ്ട് നല്ല കയറ്റിട്ട് കൊടുത്താൽ മതി. ക്രാക്ക് വരാൻ ചാൻസ് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്താൽ മതി,
അപ്പോൾ നാളെയും കൂടി ഇവിടെ പണി ഉണ്ടാവും കേട്ടോ. നാളെ ഈ സൈഡ് ഫുള്ള് കമ്പിട്ടുക, ഈ ബാത്റൂം ഇതാ ഫുള്ള് ബീഡിങ് അടിച്ച് വെക്കുക. പിന്നെ അതേപോലെ തന്നെ റിസ്ക്കുള്ള കുറച്ച് പണിയുള്ള കോണിൻ്റെ സ്റ്റെപ്പ് ആണ് കെട്ടിയിട്ട് ബാൻഡാണ്ട് കെട്ടി വെക്കുക. അങ്ങനെയൊക്കെയാണ് പണികൾ. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, ഇത് വേണമെങ്കിൽ നമുക്ക് ബീഡിങ് അടിച്ച് വെക്കാം. ഓക്കെ, റിസ്ക്കുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ബീഡിങ് അടിച്ച് വെച്ചാൽ കോൺക്രീറ്റിനന്ന് പണി വളരെ എളുപ്പമായി കിട്ടും കേട്ടോ. ഓക്കെ, സെറ്റല്ല. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നേരെ തോർത്തെടുക്കുക. ഇവിടെ തന്നെ കുളിക്കട്ടെ, അല്ലെങ്കിൽ പേരിൽ എത്തുമ്പോഴത്തിന് സമയം ഒരുപാട് സമയമാവും കേട്ടോ. നേരെ എന്ത് ചെയ്യുക, അവിടെ കിണറ്റ് കണ്ടില്ല നിങ്ങൾ, അടുത്ത് തന്നെ വെള്ളം ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് നേരെ പോയിട്ട് സെറ്റപ്പ് കുളിക്കുക, പെരി പോവാം. ഓക്കെ, ഇല്ല അവിടെ കുളിക്കണവർ. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് വണ്ടികൾ താന്നു പോകും കേട്ടോ. ഇവിടെ ആ തറ നമ്മളിട്ട തറ പൊന്നാനിത് ഫസ്റ്റ് പണിയാണ് നമ്മുടെ ഈ പണിയിട്ടാ. മൂലൊക്കെ പില്ലറെടുത്ത് സെറ്റപ്പാക്കി ചെയ്ത് ഒരുപാട് പുളിയാണ്ട് വെച്ചാൽ ഒരുപാട് സെറ്റായി. ഈ വെള്ളം നോക്കാണ്ട് അടുത്തല്ല വെള്ളതാട്ടാ. ആകെ 2 റോമ്പൂടി പരിപാടി കഴിഞ്ഞ് പുളി നനക്കാണ്ട് പരിപാടി കഴിച്ച് പോയാൽ നല്ല സെറ്റായിട്ടാ. മക്കളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഊട്ടി വർക്കിട്ട് ഒരു ചായയും ഊട്ടി വർക്ക് എന്തെങ്കിലും സെറ്റ് നല്ല അടിപൊളി ചായ.